ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കൊള്ളി പുഴുങ്ങിയതും കുറച്ച് ഉള്ളി ചമ്മന്തി പിന്നെ ഒരു ഗ്ലാസ് ചായയും ഇതാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം. ഞാനിത് മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് കഴിക്കാൻ വേണ്ടി തയ്യാറാക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അതൊന്ന് കാണിച്ചു തരാമെന്ന്. അതിന് വേണ്ടിയിട്ട് 1 കിലോ കൊള്ളി വാങ്ങി ക്ലീൻ ചെയ്ത് നന്നായി കഴുകി ഞാനത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ മഞ്ഞപ്പൊടി ഇട്ട ഗൗരിക്കും അമ്മൂനൊന്നും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. ഇനി അതിലേക്ക് നമുക്കൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു സബോള, ഒരു 10 ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് ഇട്ടിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരിക കേട്ടോ. ചമ്മന്തി അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതേ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുക. ഞാനിപ്പോൾ സബോള എടുത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം കേട്ടോ. ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ട് ചമ്മന്തി അരയ്ക്കണതാണ് കുറച്ചും കൂടി സ്വാദ്. എനിക്കിവിടെ നേരെ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനൊരു ഒരു സബോളയും പകുതി ഒരു സബോളയും ഒരു 10 ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് അരച്ചത്. ഇനി നമുക്കൊന്ന് ചായ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചു. ആ പാനിലേക്ക് ഞാനൊരു 1.25 കപ്പ് പാലും 1.25 കപ്പ് വെള്ളവും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഏത് കപ്പിലാണോ പാലെടുക്കണമെന്ന് വെച്ചാൽ സെയിം ആ കപ്പിൽ തന്നെ വെള്ളം എടുക്കണം. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം തിളച്ച് വരുമ്പോൾ. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതൊന്നും എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അതിലേക്ക് ഞാനൊരു 3 ചെറിയ ടീസ്പൂണിൽ 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലൊക്കെ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ചെറിയ സ്പൂണിൽ 3 സ്പൂണാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ അതേപോലെ ചെറിയ സ്പൂണിൽ തന്നെ 3 ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ ചായയൊക്കെ നന്നായി തിളച്ച് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ചായ ഒന്ന് അരിച്ചൊഴിക്കാം കേട്ടോ. അതിന് വേണ്ടി ഒരു കപ്പും അരിപ്പയും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഈ ചായ ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ ആറ്റി കൊടുക്കുകയാണ് കേട്ടോ. ചായ ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ട് എപ്പോഴും ഇതേപോലെ നന്നായിട്ട് ആറ്റിയാലാണ് ആ ചായക്കൊരു സ്വാദ്. നമുക്ക് ചെന്ന് മാറ്റി വയ്ക്കാം. ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കൊള്ളി വെന്തുണ്ടോ എന്ന് നോക്കി നോക്കാം. നമ്മുടെ കൊള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കുട്ടികൾ വരുമ്പോഴേക്കും ഞാനത് ഇങ്ങനെ ഡൈനിങ് ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതെല്ലാവരും കണ്ടുവല്ലോ. കൊള്ളി പുഴുങ്ങിയതും ഉള്ളി ചമ്മന്തിയും ചായയും നല്ല സ്വാദാണ് കേട്ടോ. എല്ലാവരും ഇത് കഴിച്ചിട്ടും ഉണ്ടാവും. ഇവിടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത് തന്നെയായിരിക്കും. കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളോട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്